സന്നിധാനത്തെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. മകരവിളക്കിന്റെ തലേന്ന് ശബരിമല സന്നിധാനത്ത് ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യമല്ലേ? ഈ ഒരു അന്തരീക്ഷം, മുമ്പിൽ പൊന്നമ്പലമേട്, തെളിഞ്ഞ സൂര്യപ്രകാശം, തണുത്ത കാറ്റ്. അപ്പൊ ഇന്നിപ്പോ പമ്പയിലും വിശേഷപ്പെട്ട ദിവസമാണെന്ന് തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും ഇന്ന് പമ്പാ സദ്യയുണ്ട്, പമ്പുകളൊക്കെ ഇന്ന് എരുമേലി പേട്ട തുള്ളിയ ശേഷം വരുന്ന കുറെ ആൾക്കാരുണ്ട്. തിരുവാഭരണത്തിന്റെ കൂടെ തുടക്കത്തിൽ പന്തളത്ത് നിന്ന് ആ തിരുവാഭരണത്തെ ഒന്ന് വണങ്ങി അതിനുശേഷം കുറച്ച് യാത്ര ചെയ്ത് പിന്നീട് നേരെ അവർ ഓടി വരുന്നത് സന്നിധാനത്തേക്കാണ്. അങ്ങനെ വരുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇതര സംസ്ഥാനത്ത് നിന്നുള്ള അയ്യഭക്തന്മാരൊക്കെ തന്നെയുണ്ട്. അവരെ നിയന്ത്രിക്കുന്നുണ്ട്. കാര്യം ഒരു 1.5-2 ലക്ഷം ഭക്തന്മാരൊക്കെ വന്നാൽ ഉൾക്കൊള്ളാൻ സാധിക്കും. ADGP അത് പറഞ്ഞിരുന്നു. പക്ഷെ ADGP പറഞ്ഞത് ഇപ്പൊ തന്നെ 1.25 ലക്ഷം, അല്ല 1,12,000 പേര് ഇവിടെ ഉണ്ട് എന്നാണ് സന്നിധാനത്ത്. നാളെ ഈ സന്നിധാനം മുഴുവൻ അലങ്കരിച്ച് പുഷ്പാലങ്കാരം ഒക്കെ ഉണ്ടാവില്ലേ? അതിന്റെ ഒരുക്കങ്ങളാണെന്ന് തോന്നുന്നു നമ്മളിവിടെ കാണുന്നത്. അതായത് പുഷ്പാലങ്കാരം ഇത്തവണ ഇല്ല, പകരം കുരുത്തോല വെച്ചിട്ടുള്ള അലങ്കാരമാണുള്ളത്. സമയം എവിടുന്ന കുരുത്തോലയാണ്, പൂവും കുരുത്തോല രണ്ടും. ഈ ടീഷർട്ടിന്റെ ബാക്കിൽ ഓലക്കിളി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ കുരുത്തോല എക്സ്പെർട്ടുകളാണോ? അതിന്റെ പരിപാടിയാണ്. അത് തന്നെയാണ്. കണസ്വാമി, ഇവര് ഈ കുരുത്തോല കൊണ്ട് വിവിധ രൂപങ്ങൾ അല്ലേ ഉണ്ടാക്കുന്നത്? വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഈ ശ്രീകോവിലിന്റെ ഗോപുരത്തിന്റെ മുകളിലും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ കുരുത്തോല കൊണ്ട് അലങ്കരിക്കും. ഇപ്പൊ കാണുന്ന ഒരു ക്ഷേത്രമായിരിക്കില്ല നാളെ രാവിലെ കാണുന്നത്. നാളെ രാവിലെ കാണുമ്പോഴത്തേക്ക് അതൊരു വ്യത്യസ്ത മുഖത്തോടു കൂടിയുള്ള മകര 1-ാം തീയതി മകരസംക്രമ ദിനത്തിൽ വ്യത്യസ്ത ഒരു രൂപത്തിലുള്ള ഒരു ക്ഷേത്രം നമുക്ക് പുറത്ത് കാണാൻ സാധിക്കും. പുറത്ത് കാണുന്ന അന്ന് വൈകിട്ട് 6:40 വരെ കാണുന്ന ഒരു അയ്യപ്പനെ ആയിരിക്കില്ല പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് യോഗിയായിട്ടിരിക്കുന്ന അയ്യപ്പനിൽ നിന്നൊരു യോദ്ധാവായിട്ടുള്ള അയ്യപ്പനെ കാണാൻ വേണ്ടിയാണ് ഈ ഭക്തന്മാരെല്ലാം വന്നിരിക്കുന്നത്.